തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF തരംഗം. ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും പിടിച്ചു. 6-ൽ 4 കോർപ്പറേഷനുകളിലും ജയം. മുനിസിപ്പാലിറ്റികളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വൻ നേട്ടം. ജില്ലാ പഞ്ചായത്തിൽ ഒപ്പത്തിനൊപ്പം. കനത്ത തിരിച്ചടിയിൽ ഞെട്ടി CPM. LDFിന് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം. മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും തളർച്ച. ശക്തി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ച. അപ്രതീക്ഷിത പരാജയം. ആവശ്യമായ തിരുത്തലുകൾ വരുത്തണം എന്ന് തന്നെയാണ് പാർട്ടി കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചരിത്ര നേട്ടം കുറിച്ച് BJP. അവസാനിപ്പിച്ചത് പതിറ്റാണ്ടുകൾ നീണ്ട ആധിപത്യം. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സീറ്റ് എണ്ണം വർദ്ധിപ്പിച്ച് BJP. പന്തളം നഗരസഭാ ഭരണം നഷ്ടമായി. തിരുവനന്തപുരത്തിന് നന്ദി പറഞ്ഞ് നരേന്ദ്രമോദി. വിജയത്തിന് പിന്നിൽ ടീം UDF എന്ന് VD സതീശൻ. വർഗീയ ശക്തികളുമായി UDF നീക്കുപോക്കുണ്ടാക്കിയെന്ന് CPM. സർക്കാരിനെതിരായ വിധിയെഴുത്തെന്ന രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് പരാജയത്തിന് പിന്നാലെ നഗരസഭയിൽ പരസ്യ വിഴുപ്പലക്കലും. ആര്യ രാജേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ കൌൺസിലർ ഗായത്രി ബാബു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP R ശ്രീലേഖയ്ക്കും KS ശബരിനാഥനും ജയം. മുട്ടടയിൽ വൈഷ്ണ സുരേഷിന് അട്ടിമറി ജയം. അടാട്ട് പഞ്ചായത്തിൽ ജയിച്ച അനിൽ അക്കര. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ തോറ്റു. കോഴിക്കോട്ട് LDF UDF മേയർ സ്ഥാനാർത്ഥികൾക്കും തോൽവി. രാഷ്ട്രീയം മതിയാക്കി M അഗസ്തി. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പരാജയം രുചിച്ച AV ഗോപിനാഥ്. ആഹ്ലാദ പ്രകടനത്തിനിടെ അങ്ങിങ്ങ് സംഘർഷം. കാസർഗോഡ് ചെറുവത്തൂരിൽ CPM ലീഗ് ഏറ്റുമുട്ടൽ. ഇടുക്കി നെടുങ്കണ്ടത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനം. ആക്രമിച്ചത് CPMകാരെന്ന് ആരോപണം.